ഇന്നത്തെ വചനചിന്തയ്ക്കായി 1 രാജാക്കന്മാർ 19 അധ്യായം 6 വാക്യം. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിൽ മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കേൽ ഇരിക്കുന്നത് കണ്ടു. അവൻ തിന്നുകുടിച്ച് പിന്നെയും കിടന്നുറങ്ങി. ഇന്ന് നാം പ്രവാചകനായ ഏലിയാവിന്റെ മരുഭൂമിയിലെ അനുഭവത്തിൽ നിന്നാണ് ചിന്തിക്കുന്നത്. ഏലിയാവ് തളർന്നുപോയ ഒരു നിമിഷമായിരുന്നു അത്. ആഹാബിനും ഇസബേലിനുമെതിരെ ധൈര്യത്തോടെ നിന്ന ശേഷം മരണം ആഗ്രഹിച്ച് ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന നിമിഷം. ലോകത്തിന്റെ വെല്ലുവിളികളും ഭീഷണികളും നമ്മെ തളർത്തുമ്പോൾ നമ്മളും ഏലിയാവിനെ പോലെ ക്ഷീണിച്ച് മതി, എന്റെ ജീവൻ എടുത്തുകൊള്ളുക എന്ന് പ്രാർത്ഥിച്ചു പോയേക്കാം. എന്നാൽ ആരും കാണാത്ത ആ മരുഭൂമിയിൽ ദൈവം തന്റെ ദാസനെ കൈവിട്ടില്ല. അവിടുന്ന് ഒരു ദൂതനെ അഴച്ച് കനലിൽ ചുട്ടെടുത്ത അടയും വെള്ളവും നൽകി അവനെ വീണ്ടും ശക്തീകരിച്ചു. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ഈ വചനം നമ്മോട് ഉറപ്പിച്ചു പറയുന്നത്, നിങ്ങൾ ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവർ ആണെങ്കിൽ നിങ്ങൾ എവിടെയായിരുന്നാലും ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും. കർത്താവിന്റെ കരുതൽ സ്വർഗീയമാണ്. കെരിയത്ത് തോട്ടിലും സറാഫാത്തിലും അത്ഭുതം ചെയ്ത അതേ ദൈവം നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്ന ഈ സമയത്തും നിങ്ങളുടെ അടുക്കലുണ്ട്. ദൈവത്തിന്റെ ആഹാരം ഭക്ഷിച്ച ശേഷം ഏലിയാവ് ആ ശക്തിയാൽ 40 ദിവസം യാത്ര ചെയ്ത് ഹോരേബ് എന്ന ദൈവത്തിന്റെ പർവ്വതത്തിലെത്തി. അതാണ് ദൈവത്തിന്റെ കരുതൽ. അതാണ് നമ്മുടെ കർത്താവിന്റെ കരുതലിന്റെ മഹത്വം. അതിനാൽ ധൈര്യത്തോടെ നമുക്ക് മുന്നേറാം. ലോകത്തിന്റെ ഭാരങ്ങൾ നമ്മളെ തളർത്താൻ അനുവദിക്കാതെ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായി ദൈവത്തിങ്കിലേക്ക് നമുക്ക് തിരിക്കാം. നമ്മുടെ ആത്മാവിന് പുതുജീവൻ നൽകുന്ന ആ സ്വർഗീയ ആഹാരം അവിടുന്ന് നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. അതിലൂടെ ലഭിക്കുന്ന അനന്തമായ ധൈര്യവും സമാധാനവും കൊണ്ട് നമുക്ക് ഏത് പ്രതിസന്ധിയും മറികടക്കാം. ഈ വലിയ പ്രത്യാശയോടെ, ഈ വലിയ വിശ്വാസത്തോടെ, ഈ വലിയ ഉറപ്പോടെ ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഏലിയാവിനെ മരുഭൂമിയിൽ പോഷിപ്പിച്ചതുപോലെ ഇന്ന് ഈ വചനം കേൾക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ കരുതലും ദൂതന്റെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ. ക്ഷീണിച്ച ഹൃദയങ്ങൾക്ക് പുതുജീവൻ നൽകണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ ദൈവശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.